സോ കെമിക്കൽ ആക്സിഡൻറ്റ് റൂൾസ്. കെമിക്കൽ ആക്സിഡൻറ്റ് റൂൾസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രൊവിഷൻ ഇൻ കെമിക്കൽ ആക്സിഡൻറ്റ് റൂൾസ്. ആദ്യം നമുക്കൊരു ഓവർവ്യൂ നോക്കാം. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. എന്നിട്ട് നമുക്ക് ഈ റൂളിനെ ശരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം. അപ്പം പ്രൊവിഷൻ ഇൻ കെമിക്കൽ ആക്സിഡൻറ്റ് റൂൾസ് 1996. These rules mainly deals with organizational aspects of off-site emergency implementation. ഓഫ്-സൈറ്റ് എമർജൻസി ഇംപ്ലിമെൻറ്റേഷൻ്റെ ഓർഗനൈസേഷണൽ ആസ്പെക്ട്സിനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ഓഫ് സൈറ്റിൽ നിന്ന് ഡിഫറെൻറ്റ് കമ്മിറ്റികളൊക്കെ ഫോം ചെയ്യും. എന്നിട്ട് നമ്മുടെ എമർജൻസി സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നൊക്കെ നമ്മൾ ഓഫ് സൈറ്റ് എമർജൻസി പ്ലാനിൻ്റെ അകത്ത് പഠിച്ചു. അപ്പോൾ നമ്മൾ ഓഫ് സൈറ്റ് എമർജൻസി ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ കെമിക്കൽ ആക്സിഡൻറ്റ് റൂളും മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. These rules envisage the constitution of crisis group at national, state and district local levels. The composition and function of crisis groups at the 3 different levels have been prescribed in these rules. അതായത് 3 different ലെവലിലുള്ള നമ്മൾ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിൽ ഡിസ്ട്രിക്ട് ലെവലിൽ അല്ലെങ്കിൽ ലോക്കൽ ലെവൽസിലൊക്കെ നമ്മൾ ഓരോ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്യും. അതായത് അവിടുത്തെ അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ ആക്സിഡൻറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഓരോരോ കമ്മിറ്റിക്കാണ് നമ്മൾ ഓരോ ഏരിയ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഓഫ് സൈറ്റ് എമർജൻസി പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനാണ്. അപ്പം ഇതാണ് ഇവരുടെ ഈ ഡിഫറെൻറ്റ് ലെവൽസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇവരുടെ റെസ്പോൺസിബിലിറ്റീനെ കുറിച്ചൊക്കെയാണ് ഈ റൂളിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ദി ക്രൈസിസ് ഗ്രൂപ്പ് ഹാവ് പവർ to entry and inspection of the installation, and the crisis group have to provide safety information to vulnerable people. അപ്പോൾ ഈ ക്രൈസിസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓരോ ലെവലിലും ഓരോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഓരോ കമ്മിറ്റി ഉണ്ടാവും. അവർക്ക് നമ്മുടെ ഇൻസ്റ്റലേഷൻ്റെ അവിടേക്ക് എപ്പോഴും എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ വൾണറബിൾ പീപ്പിൾസിന് എന്താണ് ഇൻഫർമേഷൻ കൈമാറാൻ വേണ്ടിയിട്ടും ഇവരാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഇവരാണ് ചെയ്യേണ്ടത്. ആസ് പെർ ദീസ് റൂൾസ്. അപ്പോൾ നമ്മൾ ഈ റൂള് പ്രകാരം ഇതിൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ കെമിക്കൽ ആക്സിഡൻറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആസ് പെർ ദിസ് റൂൾസ് എ കെമിക്കൽ ആക്സിഡൻറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ ആക്സിഡൻറ്റ് ഇൻവോൾവിംഗ് fortuitous, sudden or unintended occurrence while handling any hazardous chemicals which result in continuous, intermittent or repeated exposure to death, injury or any person or damage to any property. The accident due to war, radioactivity are excluded from this definition. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ സഡനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ആക്സിഡൻറ്റ് വരുന്നു. ആ ആക്സിഡൻറ്റ് ചിലപ്പോൾ ഡെത്തിന് കാരണമാകാം, അല്ലെങ്കിൽ ഇഞ്ചുറീസിന് കാരണമാകാം, പ്രോപ്പർട്ടി ഡാമേജിന് കാരണമാകാം. ഇതിനെയൊക്കെയാണ് കെമിക്കൽ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആക്സിഡൻറ്റ് ഡ്യൂ ടു വാർ ആൻഡ് റേഡിയോ ആക്ടിവിറ്റി ആർ എക്സ്ക്ലൂഡഡ്. ഇതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കെമിക്കൽ ആക്സിഡൻറ്റിന് ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ അത് നമ്മൾ കെമിക്കൽ ആക്സിഡൻറ്റ്. ഇനി മേജർ കെമിക്കൽ ആക്സിഡൻറ്റ്സ് എന്താണെന്ന് അത് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. Major chemical accident means an occurrence including any particular major emission, fire or explosion involving one or more hazardous chemicals and resulting from uncontrolled development in the course of industrial activity or transportation or due to natural events leading to serious effect both immediate or delay inside or outside the installation, likely to cause substantial loss of life and property including adverse effect on the environment. മേജർ കെമിക്കൽ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റലേഷന് എന്താണ് മേജർ എമിഷൻ ഓഫ് ഫയർ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മൾ ഒരു മേജർ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. അതായത് മോർ ഹസാഡസ് കെമിക്കൽസ് ഒക്കെ എമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫയർ ആകാം, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവാം. അത് കാരണം അതിൻ്റെ റിസൾട്ടായിട്ട് എന്താണ് ഉണ്ടാവുന്നത്?
സീരിയസ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിസൾട്ടിങ് ഫ്രം അൺകൺട്രോൾഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ കോഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഓർ ട്രാൻസ്പോർട്ടേഷൻ ഓർ ഡ്യൂ ടു നാച്ചുറൽ ഇവൻറ്റ്സ് ലീഡിങ് സീരിയസ് എഫക്റ്റ് ഓൺ ബോത്ത് ഇമ്മീഡിയറ്റ് ഓർ ഡിലേഡ് ഇൻസൈഡ് ഔട്ട്സൈഡ് ദ ഇൻസ്റ്റലേഷൻ. അത് നമ്മുടെ ഇൻസ്റ്റലേഷൻ്റെ ഇൻസൈഡിനെ ഔട്ട്സൈഡിനെ ഒക്കെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് മേജർ കെമിക്കൽ ആക്സിഡൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൽ ഓരോ പ്രൊഫഷൻസും, അതായത് മൊത്തമായിട്ട് എന്തൊക്കെയാണ് ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അതായത് ഈ ഒരു ആക്ടിൻ്റെ അകത്ത് തന്നെ ഓരോന്നിനും ഡെഫിനേഷനൊക്കെ ഇങ്ങനെ കൊടുത്തു പോയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വായിച്ചു തരാം. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കുറേ റൂൾസാണ് അതിൻ്റെ അകത്തുള്ളത് കേട്ടോ. The Chemical Accident Emergency Planning, Preparedness and Response Rules 1996. Okay, short title and commencement. These rules may be called a Chemical Accident Emergency Planning, Preparedness and Response Rules 1996. They shall come in force on date of their publication in Official Gazette. Then നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ പോലെ തന്നെ ഇൻ ദിസ് റൂൾസ് അൺലെസ് ഓഫ് കോണ്ടെക്സ്റ്റ് അതർവൈസ് റിക്വയർസ് കെമിക്കൽ ആക്സിഡൻറ്റ്. കെമിക്കൽ ആക്സിഡൻറ്റിൻ്റെ ഡെഫിനേഷൻ റൂൾ പ്രകാരം എന്താണ് നേരത്തെ പറഞ്ഞ തന്നെ മീൻസ് an accident involving fortuitous or sudden or unintended occurrence while handling any hazardous chemicals resulting in continuous, intermittent or repeated exposure to death or injury to any person or damage to any property, but does not include an accident by reason only of war and radioactivity. അത് റൂൾ പ്രകാരമുള്ള ഡെഫിനേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ അതേ ഡെഫിനേഷൻ തന്നെ കെമിക്കൽ ആക്സിഡൻറ്റിൻ്റെ ഡെഫിനേഷൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഡെഫിനേഷൻ ഏതായിരിക്കും? അപ്പം ഹെസാഡസ് കെമിക്കൽസ്. ഹെസാഡസ് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താ? എനി കെമിക്കൽ which satisfy any of the criteria laid in the part 1 of schedule 1 or is listed in part 2 of said schedule 2. അതായത് ഇവർക്ക് തന്നെ കുറച്ച് ഷെഡ്യൂളും പാർട്ടുകളും ഒക്കെ ഉണ്ട് ഈ റൂളിന്. അപ്പോൾ അതിൽ നമ്മൾ കെമിക്കൽ ആക്സിഡൻസിന് കുറേ ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതൊക്കെ ഹസാഡസ് കെമിക്കലാണെന്നാണ് പറയുന്നത്. ഈ പാർട്ട് 1ൻ്റെ PDF ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ദെൻ എനി കെമിക്കൽ ലിസ്റ്റഡ് ഇൻ കോളം 2 ഓഫ് ഷെഡ്യൂൾ 2. ദെൻ എനി കെമിക്കൽസ് ലിസ്റ്റഡ് ഇൻ കോളം 2 ഓഫ് ഷെഡ്യൂൾ 3. ഇത് ഹസാഡസ് കെമിക്കൽസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. Then industrial activity includes an operation or process. ഇനി എന്താണ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി? According to this rule, carried out in an industrial installation referred to schedule 4 involving or is likely to involve one or more hazardous chemicals. One or more hazardous chemicals involved in activity ആണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓൺസൈറ്റ് സ്റ്റോറേജ് ഓർ ഓൺസൈറ്റ് ട്രാൻസ്പോർട്ട് which is associated with the operation or process in case may be. Then അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സ്റ്റോറേജ് ആവാം. ദെൻ പൈപ്പ് ലൈന്. ഇതൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൻ്റെ അകത്താണ് വരുന്നത്. ദെൻ അടുത്ത ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പോക്കറ്റ്. എന്താണ് ഇൻഡസ്ട്രിയൽ പോക്കറ്റ് എന്ന് പറയുന്നത്? മീൻസ് എനി ഇൻഡസ്ട്രിയൽ സോൺ earmarked by the industrial development corporation of the state government or by state government. Okay, അതായത് ഇൻഡസ്ട്രിയൽ പോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ മാറ്റി വെച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയൽ സോണിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പോക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ഐസൊലേറ്റഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു. അതായത് ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ നമ്മൾ വെച്ചിട്ടുള്ള, അതായത് ഒരു പെർട്ടിക്കുലർ നമ്മുടെ ബിൽഡിങ്ങിൽ നിന്നും പീപ്പിളിൽ നിന്നൊക്കെ എവേ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് സ്റ്റോറേജ് മീൻസ് സ്റ്റോറേജ് ഓഫ് ഹസാർഡസ് കെമിക്കൽ other than storage associated with an installation on same site specified in schedule 4
where the storage involve at least a quantity of that chemical set out in Schedule 2. അപ്പം ഇതിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് കെമിക്കൽസ് അത് വേണമെന്നൊക്കെ നമ്മുടെ ഷെഡ്യൂൾ 1ലും 2ലും ഒക്കെ ആയിട്ട് പറയും, ഷെഡ്യൂൾ 4ലും 2ലും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അതായത് നമ്മുടെ ഐസൊലേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയില്ലേ, അതായത് അവേ ഫ്രം പീപ്പിൾസ് ആൻഡ് ബിൽഡിംഗ്, നമ്മൾ കുറച്ച് സേഫായിട്ട് അതിനെ കുറച്ച് ദൂരെ വെക്കുന്നതാണ് ഐസൊലേറ്റഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മേജർ കെമിക്കൽ ആക്സിഡൻറ്റിൻ്റെ ഡെഫിനിഷനാണ്. മേജർ കെമിക്കൽ ആക്സിഡൻറ്റ് മീൻസ് an occurrence including any particular major emission, fire or explosion involving one or more hazardous chemicals and resulting from uncontrolled development in course of industrial activity or transportation due to natural event leading to serious effect both immediate or delayed inside or outside the installation, likely to cause substantial loss of life and property including adverse effect on the environment. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മേജർ കെമിക്കൽ ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതായിരുന്നു, മേജറായിട്ടുള്ള എമിഷനും ഫയറും അല്ലെങ്കിൽ ടോക്സിക് റിലീസും ഒക്കെ കാരണമാണ് നമ്മുടെ മേജർ കെമിക്കൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു MAH, മേജർ ആക്സിഡൻറ്റ് ഹസാർഡ് ഇൻസ്റ്റലേഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതെന്താണ്, അതിൻ്റെ ഒരു ഡെഫിനേഷനും ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്. ഐസൊലേറ്റഡ് സ്റ്റോറേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി അറ്റ് എ സൈറ്റ് ഹാൻഡ്ലിംഗ് ഓഫ് ഹസാർഡസ് കെമിക്കൽ ഈക്വൽ ടു ഓർ ഇൻ എക്സസ് ഓഫ് ദ ത്രെഷോൾഡ് ക്വാണ്ടിറ്റി സ്പെസിഫൈഡ് ഇൻ കോളം 2 ഓഫ് ഷെഡ്യൂൾ 2 and 3 റെസ്പെക്റ്റീവ്ലി. എന്താണ് മേജർ ആക്സിഡൻറ്റ് ഹസാർഡ് ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ത്രെഷോൾഡ് ക്വാണ്ടിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ത്രെഷോൾഡ് ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ സീവ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ത്രെഷോൾഡ് ക്വാണ്ടിറ്റി, അതായത് ഇതിന് വേണ്ടിയിട്ടൊരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, അതിന് ആ ക്വാണ്ടിറ്റീന് ഈക്വൽ ടു അല്ലെങ്കിൽ അതിന് എക്സസ് ആയിട്ട് നമ്മൾ കെമിക്കൽസിനെ സ്റ്റോർ ചെയ്യുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ മേജർ ആക്സിഡൻറ്റ് ഹസാർഡ് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ട് ത്രൂ കാരിയർ ഓർ പൈപ്പ് ലൈൻ, അതിൽ പൈപ്പ് ലൈനിലൂടെയുള്ള ട്രാൻസ്പോർട്ടും നമ്മുടെ മേജർ ആക്സിഡൻറ്റ് ഹസാർഡ് ഇൻസ്റ്റലേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ദെൻ അടുത്തയാണ് മാനുഫാക്ചർ, സ്റ്റോറേജ് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഹസാർഡസ് കെമിക്കൽ റൂൾസ്. അതിന് ഒരു ഡെഫിനേഷൻ അവർ പറയുന്നുണ്ട്. മീൻസ് ദി മാനുഫാക്ചർ, സ്റ്റോറേജ് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഹസാർഡസ് കെമിക്കൽ റൂൾസ് 1989 published in the notification of Government of India in Ministry of Environment and Forest number ISO 99966E dated 27 November 1989. അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ടേ. Then offsite emergency plan means the offsite emergency plan prepared under Rule 14 of the manufacture, storage and import of hazardous chemical rules. ഇന്നലെ നമ്മൾ റൂൾ 13ഉം 14ഉം പഠിച്ചു. ഇതിൽ റൂൾ 14 എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഓഫ് സൈറ്റ് എമർജൻസി പ്ലാനിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ റൂൾ 14ൽ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓഫ് സൈറ്റ് എമർജൻസി പ്ലാൻ ഉണ്ടാക്കുന്നത്. പ്രിപ്പയർഡ് അണ്ടർ റൂൾ 14 ഓഫ് മാനുഫാക്ചർ, സ്റ്റോറേജ് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഹസാർഡസ് കെമിക്കൽ റൂൾസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളിപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടേമിനും നമ്മൾ ഈ റൂളിൻ്റെ അകത്ത് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെഫിനിഷൻസാണ് ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൂളിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം എഴുതുക. പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ ഒരു 2-3 എണ്ണത്തിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. ഇതാണ് അക്കോർഡിംഗ് ടു കെമിക്കൽ ആക്സിഡൻറ്റ് റൂൾസ്, ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണെന്ന് പറഞ്ഞിട്ട് എഴുതിക്കൊള്ളണം. ദെൻ പൈപ്പ് ലൈന്. പൈപ്പ് ലൈൻ മീൻസ് എ പൈപ്പ് apparatus and work associated or system of pipes for conveyance of hazardous chemical other than flammable gas as set out in the column 2 of part 2 of schedule 1 at a pressure of less than 8 bar as absolute. അതായത് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, കെമിക്കൽ
കെമിക്കൽസിനെയൊക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹസാർഡസ് കെമിക്കൽസിനെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊവിഷൻസ് നമ്മൾ കോളം 2 ഓഫ് പാർട്ട് 2 ഓഫ് ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പൈപ്പ് ലൈനിലൂടെ കൺവേ ചെയ്യുന്ന പ്രഷർ നമ്മൾ ഇപ്പം അവിടെ എപ്പോഴും ഒരു പ്രഷർ ലെസ് ദാൻ 8 ബാർ അബ്സല്യൂട്ടിനേക്കാളും താഴെ ആയിരിക്കണം. ഇതാണ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ സൈറ്റ്. ഇപ്പം നമ്മൾ ഓൺ സൈറ്റ് ഓഫ് സൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. സൈറ്റിൻ്റെ ഡെഫിനേഷൻ അക്കോർഡിംഗ് ടു ദിസ് റൂൾസ് ഈസ് site means any location where hazardous chemicals are manufactured or processed, stored, handled, used, disposed of. Any includes the whole of an area under control of an occupier and includes pier, jetty or similar similar structure, whether floating or not. അപ്പോൾ നമ്മൾ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, സ്റ്റോറിങ്, ഹാൻഡ്ലിങ്, ഡിസ്പോസൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ സൈറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ പിയേഴ്സ്, ജെട്ടി സിമിലർ സ്ട്രക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ട്രാൻസ്പോർട്ട് മീൻസ് മൂവ്മെൻറ്റ് ഓഫ് ഹസാർഡസ് കെമിക്കൽ ബൈ എനി മീൻസ് ഓവർ ലാൻഡ് ഓർ എയർ ഓർ വാട്ടർ. അപ്പോൾ വാട്ടർ കൂടെയോ എയർ കൂടെയോ ലാൻഡിലൂടെയോ നമ്മൾ ഹസാർഡസ് കെമിക്കൽസിനെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് നമ്മളിപ്പം 3ൻ്റെ അണ്ടറിലുള്ള കുറേ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ 4 കൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രൈസിസ് അലേർട്ട് സിസ്റ്റം. ദി സെൻട്രൽ ഗവൺമെൻറ് ഷോൾ. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രൈസിസ് അലേർട്ട് സിസ്റ്റത്തിൽ? ഓക്കെ, അതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ സെറ്റപ്പ് എ ഫണ്ടമെൻ്റൽ കൺട്രോൾ റൂം അറ്റ് സച്ച് പ്ലേസ് ആസ് ഡീംസ് ഫിറ്റ്. അതായത് ഒരു ഫിറ്റായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ആദ്യം എന്താണ് ഒരു കൺട്രോൾ റൂം സെറ്റ് ചെയ്യണം. ഓക്കെ, സെറ്റപ്പ് ആൻഡ് ഇൻഫർമേഷൻ നെറ്റ്വർക്കിംഗ് സിസ്റ്റം വിത്ത് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് കൺട്രോൾ റൂംസ്. നമ്മളെ ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലികളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു ഫിറ്റായിട്ടുള്ള പ്ലേസിൽ സെൻട്രൽ കൺട്രോൾ റൂം ഉണ്ടാക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. വിത്ത് ആരുമായിട്ടാണ്, സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് കൺട്രോളർ, സ്റ്റേറ്റിലെയും ഡിസ്ട്രിക്ട് കൺട്രോൾ റൂംസുമായിട്ട് നമ്മളിങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടാക്കണം. ദെൻ അപ്പോയിൻറ്റ് അഡിക്വേറ്റ് സ്റ്റാഫ് ആൻഡ് എക്സ്പേർട്സ് മാൻ ഓൺ ദ ഫങ്ഷണൽ കൺട്രോൾ റൂം. നമ്മൾ കൺട്രോൾ റൂമിൽ നമ്മളെന്താണ് ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യണം. എന്തിനാ, നമ്മളിതൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ പബ്ലിഷ് എ ലിസ്റ്റ് ഓഫ് മേജർ ആക്സിഡൻറ്റ് ഹസാർഡ് ഇൻസ്റ്റലേഷൻസ്. ദെൻ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ നമ്മൾ മൊത്തമായിട്ടുള്ള ഒരു മേജർ ആക്സിഡൻറ്റ് ഹസാർഡ്സിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ദെൻ പബ്ലിഷ് എ ലിസ്റ്റ് ഓഫ് മേജർ കെമിക്കൽ ആക്സിഡൻറ്റ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യും, മേജർ കെമിക്കൽ ആക്സിഡൻസിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ദെൻ പബ്ലിഷ് എ ലിസ്റ്റ് ഓഫ് മെമ്പർ ഓഫ് സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ക്രൈസിസ് ഗ്രൂപ്പ്സ്. ദെൻ നമ്മുടെ ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിസ്ട്രിക്ട് ഗവൺമെൻറ്റിൻ്റെ ഗ്രൂപ്പിലൊക്കെ വരുന്ന മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. കാരണം അത് നമുക്കറിയണം അല്ലേ. ദെൻ ടേക്ക് മെഷേഴ്സ് ടു ക്രിയേറ്റ് അവയർനെസ് എമോങ്സ്റ്റ് ദ പബ്ലിക് വിത്ത് വ്യൂ ടു പ്രിവെൻറ്റിങ് ദ കെമിക്കൽ ആക്സിഡൻസ്. അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ക്രൈസിസ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെൻട്രൽ ക്രൈസിസ് ഗ്രൂപ്പ് ഉണ്ട്, പ്രത്യേകം ഫോം ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇവരെന്തൊക്കെയാണ് ചെയ്യേണ്ടിയിരിക്കുക? ദി സെൻട്രൽ ക്രൈസിസ് ഗ്രൂപ്പ് ഷോൾ ബി അപ്പെക്സ് ബോഡി ടു ഡീൽ വിത്ത് മേജർ കെമിക്കൽ ആക്സിഡൻറ്റ് ആൻഡ് ടു പ്രൊവൈഡ് എക്സ്പേർട്ട് ഗൈഡൻസ് ഫോർ ഹാൻഡ്ലിംഗ് മേജർ കെമിക്കൽ ആക്സിഡൻറ്റ്സ്. ഓക്കെ, ഇവരാണ് ഗൈഡൻസ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് ആക്സിഡൻസിനെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളതിന് നമ്മുടെ സെൻട്രൽ ക്രൈസിസ് ഗ്രൂപ്പാണ് ഗൈഡൻസ് കൊടുക്കുന്നത്. without prejudice to the functions of specified under subrule 1, the central crisis group shall. Okay, നമ്മൾ ആദ്യം ഒരു
ഒരു എന്താ പറയുക, മുൻവിധിയൊന്നുമില്ലാതെ ആയിരിക്കണം നമ്മുടെ സ്പെസിഫിക്കേഷൻ ഫങ്ഷൻ സ്പെസിഫൈ ചെയ്യേണ്ടത്. അണ്ടർ റൂൾ സബ് റൂൾ 1, ദ സെൻട്രൽ ക്രൈസിസ് ഗ്രൂപ്പ് ഷാൾ continuously monitor the post-accident situation arising out of a major chemical accident and suggest measure for prevention and to check recurrence of such accidents. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പോസ്റ്റ് ആക്സിഡൻസ്, അതായത് ആക്സിഡൻറ്റിന് ശേഷം ആ സിറ്റുവേഷനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ഓക്കെ, ദെൻ മേജർ ആക്സിഡൻറ്റ്സ് ആൻഡ് സജസ്റ്റ് മെഷേഴ്സ്, അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യാനുള്ള മെഷേഴ്സൊക്കെ ഇവരാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് പ്രിവെൻഷൻ ആൻഡ് ടു ചെക്ക് റിക്കറൻസ് ഓഫ് സച്ച് ആക്സിഡൻറ്റ്സ്, ഈ ആക്സിഡൻറ്റ്സ് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളതും ഇവർ ചെക്ക് ചെയ്യണം. ആരുടെ ജോലിയാണ് ഇതൊക്കെ എന്ന് പറയുന്നത്? സെൻട്രൽ ക്രൈസിസ് ഗ്രൂപ്പാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ കണ്ടക്ട് പോസ്റ്റ് ആക്സിഡൻറ്റ് അനാലിസിസ് ഓഫ് സച്ച് മേജർ കെമിക്കൽ ആക്സിഡൻറ്റ്സ് ആൻഡ് ഇവാലുവേറ്റ് റെസ്പോൺസസ്. Then review district offsite emergency plan with a view of examine its adequacy in accordance with the manufacture, storage and import of hazardous chemical rules and suggest measure to reduce risk in the industrial pockets. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ പോക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ പോക്കറ്റ്സിൽ സ്റ്റോറേജ്, മാനുഫാക്ചർ, ഇമ്പോർട്ട് ഓഫ് ഹസാർഡസ് കെമിക്കൽ റൂൾസിലൊക്കെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെഷേഴ്സിനെ ഇവരാണ് സജസ്റ്റ് ചെയ്യുന്നത്. ദെൻ റിവ്യൂ ദ പ്രോഗ്രസ് റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പ്. റിവ്യൂ ചെയ്യുക, നമ്മളെ ഇപ്പം സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഇവർ ഈ സെൻട്രൽ ക്രൈസിസ് ഗ്രൂപ്പിനാണ് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ക്രൈസിസ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ആണ്. ഇനിയുണ്ടോ? A response to queries addressed in it by the state crisis group and district crisis groups. Then അടുത്തതെന്ന് പറഞ്ഞാൽ publish statewide list of experts and officials who are concerned with the handling the chemical accidents. Then render the event of chemical accident in state all financial and infrastructure help as may be necessary. Then ഇവർ ഫിനാൻഷ്യൽ ഹെൽപ്സും ദെൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഹെൽപ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യും ഇവിടെ നമ്മുടെ സ്റ്റേറ്റിനൊക്കെ വേണ്ടിയിട്ട്. ദെൻ എന്താണ്, അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യണം എന്ത്, സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ഓഫ് എക്സ്പേർട്സിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. ഇത്രയൊക്കെയാണ് നമ്മുടെ സെൻട്രൽ ക്രൈസിസ് ഗ്രൂപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് അക്കോർഡിംഗ് ടു ദിസ് റൂൾ. ദെൻ constitution of state crisis group. Then state crisis group inde constitution എന്തൊക്കെയാണെന്ന് നോക്കാം. The state government shall constitute a state crisis group for management of chemical accidents within 30 days from the date of the commencement of these rules. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷോൾ കൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പിനെ ഉണ്ടാക്കണം. അപ്പം ഒരു കെമിക്കൽ ആക്സിഡൻറ്റ്സ് ഉണ്ടായി 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് റൂൾസ്. അപ്പം ആദ്യം തന്നെ ഇവരുണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ദീസ് റൂൾസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ റിലേഷൻ ടു യൂണിയൻ ടെറിട്ടറി means administrator of appointed under article 239 of the constitution. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യണം, 30 daysൻ്റെ അകത്ത് നമ്മൾ ഒരു ക്രൈസിസ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് the composition of the state crisis group shall be as specified in schedule 6. ഷെഡ്യൂൾ 6ൻ്റെ അകത്താണ് നമ്മുടെ കോമ്പോസിഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ 6 നമ്മൾ സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പിൻ്റെ കോമ്പോസിഷനൊക്കെ ചെക്ക് ചെയ്യണം. ദെൻ സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പ് ഷാൾ മീറ്റ് at least once in 3 months and follow such procedure for transaction of business as it's deemed fit. ഇവരെന്ന് പറയുന്നത് 3 months മീറ്റപ്പ് ചെയ്യണം.
Then, notwithstanding anything contained in sub-rule 2, the state crisis group may co-opt any person whose assistance or advice is considered useful in performing any of its function to participate in the deliberation of any of the meeting. അപ്പം ഇവിടെ എന്താണ്, ഇവർക്ക് പേഴ്സൺസിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ മീറ്റിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇവർക്കും സജഷൻസ് പറയാം. ദെൻ ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പ് ആണെങ്കിൽ ദ സ്റ്റേറ്റ്, ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റിൻ്റെ ക്രൈസിസ് ഗ്രൂപ്പ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പ് പറഞ്ഞു. ഇനി ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പാണ് നോക്കുന്നത്. ദ സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പ് ഷോൾ ബി അപ്പെക്സ് ബോഡി ഇൻ ദ സ്റ്റേറ്റ്, ഡീൽ വിത്ത് മേജർ കെമിക്കൽ ആക്സിഡൻറ്റ് ആൻഡ് പ്രൊവൈഡ് എക്സ്പേർട്ട് ഗൈഡൻസ് ഫോർ ഹാൻഡ്ലിംഗ് മേജർ കെമിക്കൽ ആക്സിഡൻറ്റ്സ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റിൻ്റെ അകത്താണ് ഇത്, ഇവർക്ക് കൺട്രോൾ ഉള്ളത് ഒരു സ്റ്റേറ്റിൻ്റെ അകത്താണ്. Without prejudice, the function of specified under sub-rule 1, the state crisis group shall review all district offsite emergency plan in the state with the view of examine its adequacy in accordance with the manufacture, storage and import of hazardous chemicals and forward the report to central crisis group once in 3 months. അതായത് ഇവരാണ് നമ്മുടെ സ്റ്റേറ്റ് അല്ലേ, സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പ് ആകുമ്പോൾ ഇവരെന്താണ് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പ്ലാൻസൊക്കെ നോക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അത് റിവ്യൂ ചെയ്യുകയൊക്കെ ഇവരാണ്. എന്നിട്ട് ഇത് സെൻട്രൽ ക്രൈസിസ് ഗ്രൂപ്പിന് സബ്മിറ്റ് ചെയ്യും. വൺസ് ഇൻ 3 months, 3 മാസത്തിലൊരിക്കൽ ഈ പ്രോസസ്സ് ഇവർ ചെയ്തുകൊണ്ടിരിക്കും. ആര്? സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പ് ചെയ്യും. Then assist the state government in managing chemical accident at site. അസിസ്റ്റ് ചെയ്യും. ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അസിസ്റ്റ് ചെയ്യും എന്തിൽ? കെമിക്കൽ ആക്സിഡൻറ്റ് അറ്റ് സൈറ്റ്, കെമിക്കൽ ആക്സിഡൻറ്റ് സിറ്റുവേഷനിൽ അസിസ്റ്റ് ചെയ്യും. ദെൻ അസിസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ പ്ലാനിങ്, പ്രിപ്പയർഡൻസ് ആൻഡ് മിറ്റിഗേഷൻ ഓഫ് മേജർ കെമിക്കൽ ആക്സിഡൻറ്റ് അറ്റ് സൈറ്റ് ഇൻ ദ സ്റ്റേറ്റ്. ഇതിന് വേണ്ടിയിട്ടൊക്കെ പ്ലാനിങ്, മിറ്റിഗേഷൻ ആൻഡ് മേജർ പ്രിപ്പയർഡൻസിനൊക്കെ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ദെൻ കണ്ടിന്യൂസ്ലി മോണിറ്റർ ദ പോസ്റ്റ് accident situation arising out of a major accident in state and forward the report into central crisis group. നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ്ലി അസിസ്റ്റ് ചെയ്യും. ഒരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫോളോ ചെയ്യും, മോണിറ്റർ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കും. റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് സെൻട്രൽ ക്രൈസിസ് ഗ്രൂപ്പിന് കൊടുക്കും. റിവ്യൂ ദ പ്രോഗ്രസ് റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ഡിസ്ട്രിക്ട് ക്രൈസിസ് ഗ്രൂപ്പ്. റിവ്യൂ ചെയ്യും. നമ്മുടെ ഡിസ്ട്രിക്ട് ക്രൈസിസ് ഗ്രൂപ്പ് ഇവരുടെ അടുത്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ അതിനെ റിവ്യൂ ചെയ്യും. ദെൻ റെസ്പോണ്ട് ടു ക്വയറീസ് അഡ്രസ്ഡ് to its by district crisis groups and publish a list of experts and officials in the state who are concerned with the management of chemical accidents. Group of experts in a submit ചെയ്യും. ദെൻ അടുത്തയാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആൻഡ് ലോക്കൽ ക്രൈസിസ് ഗ്രൂപ്പ്സ്. ഡിസ്ട്രിക്റ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൾ കോസ് ടു ബി constituted within 30 days from the date of commencement of these rules. ഇതും 30 days ഫോം ചെയ്യണം. അതിൽ തന്നെ ഡിസ്ട്രിക്ട് ക്രൈസിസ് ഗ്രൂപ്പും ഉണ്ട്, ലോക്കൽ ക്രൈസിസ് ഗ്രൂപ്പും ഉണ്ട്. The composition of district crisis group and the local crisis group shall be specified in Schedule 7 and 8 respectively. Schedule 7ലും 8ലുമാണ് നമ്മുടെ ഇതിൻ്റെ കോമ്പോസിഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. And the district crisis group shall meet every 45 days and send report to the state crisis group. District crisis group every 45 days meet up ചെയ്യും. Then ഇവർ റിപ്പോർട്ട് സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പിന് സെൻഡ് ചെയ്യും. And the local crisis group shall meet every month and forward the copy of the proceeding to district crisis group. നമ്മുടെ ലോക്കൽ ക്രൈസിസ് ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഡിസ്ട്രിക്ട് ക്രൈസിസ് ഗ്രൂപ്പിന് റിപ്പോർട്ട് ചെയ്യും. ഇവർ എല്ലാ മാസവും മീറ്റപ്പ് ചെയ്യും.
ദെൻ അടുത്ത ഫങ്ഷൻസ് ഓഫ് ഡിസ്ട്രിക്ട് ക്രൈസിസ് ഗ്രൂപ്പ്. ഡിസ്ട്രിക്ട് ക്രൈസിസ് ഗ്രൂപ്പിന് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി ഡിസ്ട്രിക്ട് ക്രൈസിസ് ഗ്രൂപ്പ് ഷോൾ ബി അപ്പെക്സ് ബോഡി ഇൻ ദ ഡിസ്ട്രിക്ട് ലെവൽ district to deal with major chemical accident, to provide expert guidance for handling chemical accidents. District ലെവലിലെ ആക്സിഡൻസ് ഒക്കെ ഇവരാണ് ഡീൽ ചെയ്യുന്നത്. വിത്തൗട്ട് പ്രെജുഡൈസ് ടു functions specified under Sub-Rule 1, the District Crisis Group shall assess the preparedness of the district off-site emergency plan. Off-site emergency plan assess ചെയ്യണം and review all the on-site emergency plans prepared by the occupier of major accident hazard installation for the preparation of the district off-site emergency plan. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഗ്രൂപ്പാണ് ഒക്യുപ്പയറുമായിട്ട് ഒന്നുകൂടെ അടുത്ത് വരുന്നത്. അപ്പം ഇവർ റിവ്യൂ ചെയ്യണം. നമ്മുടെ ഓൺസൈറ്റ് എമർജൻസി പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നതും ഇവർ റിവ്യൂ ചെയ്തിട്ടാണ് അപ്രൂവൽ കൊടുക്കുകയുള്ളൂ. ദെൻ assist the district administration in the management of chemical accidents at site lying with the district. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ അസിസ്റ്റ് ചെയ്യുന്നതും ഈ ഗ്രൂപ്പാണ്. ദെൻ കണ്ടിന്യൂസ്ലി മോണിറ്റർ എവറി കെമിക്കൽ ആക്സിഡൻസ്. എല്ലാ കെമിക്കൽ ആക്സിഡൻസിനെയും കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യും. എൻഷുർ കണ്ടിന്യൂസ് ഇൻഫർമേഷൻ ഫ്ലോ from the district to central and state crisis groups regarding accident situation and mitigation efforts. Then forward the report to chemical accident within 15 days to the state crisis group. 15 days അകത്ത് സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. കണ്ടക്ട് അറ്റ്ലീസ്റ്റ് 1 full scale mock drills of chemical accident at site each year and forward a report of the strength and the weakness of the plan to the state crisis group. സ്റ്റേറ്റ് ക്രൈസിസ് ഗ്രൂപ്പിൻ്റെ വീക്ക്നെസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്യും. അത് ഒരു ഇയറിൽ ഒരു പ്രാവശ്യം എന്തായാലും കണ്ടക്ട് ചെയ്യണം. ദെൻ ഇനി ലോക്കൽ ക്രൈസിസ് ഗ്രൂപ്പ് ഉണ്ട്. ലോക്കൽ ക്രൈസിസ് ഗ്രൂപ്പ് നമ്മുടെ ഡിസ്ട്രിക്ട് ക്രൈസിസ് ഗ്രൂപ്പിൻ്റെ താഴെ വരുന്നതാണ്. ദ ലോക്കൽ ക്രൈസിസ് ഗ്രൂപ്പ് ഷോൾ ബി ദ ബോഡി ഇൻ ഇൻഡസ്ട്രിയൽ പോക്കറ്റ് to deal with chemical accident and coordination effort in planning, preparedness and mitigation of chemical accidents. Then without prejudice the functions specified under Sub-Rule 1, the local crisis group shall prepare local emergency plan for the industrial pocket. Local emergency plan ഉണ്ടാക്കുന്നത് ഇവരാണ്. Then ensure detailing and of the local emergency plan with district offsite emergency plan. Then train personnels involved in the chemical accident management. ഇവരാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then educate the population likely to be affected in chemical accident about the remedies and existing പ്രിപ്പയർഡ്നെസ് ഇൻ ദാറ്റ് ഏരിയ. അപ്പോൾ ഈ ലോക്കൽ ക്രൈസിസ് ഗ്രൂപ്പാണ് നമ്മുടെ ആളുകളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇവരാണ് എന്ത് കൊടുക്കുന്നത്? ഇപ്പം എന്തെങ്കിലും കെമിക്കൽ ആക്സിഡൻറ്റ്സ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പീപ്പിളിന് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവർക്ക് സേഫ്റ്റി മെഷേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇവരാണ്. കണ്ടക്ട് അറ്റ്ലീസ്റ്റ് 1 full scale mock drill of chemical accident at site every 6 months and forward the report on the district crisis group. അപ്പോൾ ഇവരും എന്ത് ചെയ്യും? മോക്ക് ഡ്രിൽസ് ഉണ്ടാക്കും. അത് എപ്പോഴാണ്? 6 മാസം കൂടുന്ന സമയത്ത് മോക്ക് ഡ്രിൽസ് ഉണ്ടായിരിക്കും. റെസ്പോൺസ് ടു ഓൾ പബ്ലിക് എൻക്വയറീസ് ഓൺ സബ്ജക്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലോക്കൽ ക്രൈസിസ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മൾ ഓരോ ക്രൈസിസ് ഗ്രൂപ്പിനും പഠിച്ചു, അവരുടെ ഫങ്ഷൻസും പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.